1967-69 കാലത്ത് ഞാൻ KR യൂരിയമ്മയുടെ പേഴ്സണൽ ക്ലാർക്കായിരുന്നു. ആ മന്ത്രിസഭയ്ക്ക് 111 MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഒരു മുന്നണിയായിട്ടാണ് EMS ആ മന്ത്രിസഭയെ നയിച്ചത്, ഐക്യമുന്നണി. സംഭവിച്ചത് എന്താണ്? 2 വർഷം കഴിഞ്ഞപ്പോൾ ആ മന്ത്രിസഭ വീണു. എന്തുകൊണ്ട്? ശ്രീ K. കരുണാകരൻ 9 പേരുടെ ഭൂരിപക്ഷമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. 9 പേര് മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് CPI അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയും അങ്ങനെ മന്ത്രിസഭ രാജിവെക്കേണ്ടി വരികയും ചെയ്തു. ഉടനെ തന്നെ അച്യുതമേനോൻ ഇങ്ങെത്തി, തിരുവനന്തപുരത്തേക്കെത്തി. അദ്ദേഹം രാജ്യസഭയിലായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു മുഖ്യമന്ത്രിയായി പുതിയൊരു മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അച്യുതമേനോൻ ആ ഒരു കാര്യം അന്ന് ചെയ്തു. അതിപ്പോൾ പ്രസക്തമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അന്ന് വരെ പ്രതിപക്ഷ നേതൃപദവി എന്നത് യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് പദവി ആയിരുന്നില്ല. ആരായിരുന്നു മുഖ്യമന്ത്രി? അതിനു മുമ്പ് EMS ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃപദവിയെ ഒരു ക്യാബിനറ്റ് റാങ്കിലേക്ക് ഉയർത്തി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അച്യുതമേനോൻ വിചാരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന് ഒരു ഔദ്യോഗിക വസതിയും സ്റ്റാഫും ഒക്കെ കൊടുത്തു. ഇക്കാലത്ത് അത് തുടർന്ന് വരികയാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? പിണറായി വിജയൻ. അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് CPM വീണ്ടും പ്രതിപക്ഷ നേതാവായി തിരിഞ്ഞത്? ഒറ്റ കാര്യമേ ഉള്ളൂ, EMS വിചാരിച്ചതുപോലെയാണ്. അദ്ദേഹം ഇതുവരെ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? നല്ല സുഖസൗകര്യങ്ങളോടുകൂടിയല്ലേ കഴിയിരുന്നത്? പെട്ടെന്ന് അദ്ദേഹത്തെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്നത് ശരിയാണോ എന്നവർ വിചാരിച്ചിട്ടുണ്ട്. അല്ലാതെ വേറൊരു കാര്യവുമില്ല. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃ പദവി നൽകുന്നതിന് ക്യാബിനറ്റ് റാങ്ക് പദവിയും ഔദ്യോഗിക വസതിയും സ്റ്റാഫും അങ്ങനെയൊക്കെ ഔദ്യോഗിക കാറും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ യോജിക്കുമോ എന്തോ? യോജിച്ചാലുമില്ലെങ്കിലും വസ്തുത ഇതാണ്.